Radio Lime News Update. Brought to you by കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. NHS ആംബുലൻസ് വനിതാ ജീവനക്കാരുടെ പീഡന കേന്ദ്രങ്ങളാകുന്നുവെന്ന റിപ്പോർട്ട്. 3 വനിതാ പാരാമെഡിക്കലുകളാണ് പ്രമുഖ മാധ്യമമായ സ്കൈ ന്യൂസിനോട് തങ്ങൾ നേരിടുന്ന ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയത്. ട്രെയിനിങ് പാസ്സാകുന്നത് മുതൽ പ്രമോഷൻ ലഭിക്കുവാനും ജോലി നഷ്ടപ്പെടാതിരിക്കുവാനും ലൈംഗിക സേവനങ്ങൾ ചോദിച്ച് വേട്ടയാടപ്പെടുകയാണെന്ന് ഇവർ സ്വന്തം അനുഭവത്തിൽ നിന്നും വിവരിക്കുന്നു. സ്ത്രീകളുടെ ടോയ്ലറ്റ് സീറ്റിൽ പശ വയ്ക്കുന്നത് പോലുള്ള ക്രൂരമായ തമാശകൾ വരെ നേരിടേണ്ടി വരുന്നതായി വനിതാ പാരാമെഡിക്കുകൾ പറയുന്നു. ജോലിയിൽ അബദ്ധം പറ്റിയത് മറച്ചുവെക്കുവാൻ ലൈംഗികതയ്ക്ക് വഴങ്ങണമെന്ന് സഹജീവനക്കാരന്റെ ആവശ്യം അംഗീകരിക്കാനാകാതെ വന്നപ്പോൾ ബലാത്സംഗം ചെയ്യും സൂക്ഷിച്ചോളാനാണ് ഇയാൾ പറഞ്ഞതെന്ന് ഒരു വനിതാ പാരാമെഡിക് പറയുന്നു. പാരാമെഡിക് ട്രെയിനിങ് ലഭിക്കുവാൻ മാനേജർക്കും സഹകരിക്കണമെന്ന അവസ്ഥയും നിലനിൽക്കുന്നതായി ഒരു വനിതാ എമർജൻസി കെയർ അസിസ്റ്റൻസ് പറയുന്നു. ഇതിന് തയ്യാറാകാതെ വന്നതോടെ തനിക്ക് പരിശീലനം നിഷേധിക്കപ്പെട്ടുവെന്നാണ് ഇവർ പറയുന്നത്. ബക്കിംഗ്ഹാമിലെ കുതിരയുടെ കടിയേറ്റ് ബോധരഹിതയായി യുവതി. വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ് ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിനും സെന്റ് ജെയിംസ് കൊട്ടാരത്തിനും പുറത്ത് കുതിരപ്പുറത്തിരിക്കുന്ന കിങ്സ് ഗാർഡ്. മിക്കവാറും ആളുകൾ ഇവരുടെ അടുത്തുനിന്നും ഫോട്ടോയും വീഡിയോയും എടുക്കുവാറുണ്ട്. എന്നാൽ കിങ്സ് ഗാർഡുകളുമായി നിൽക്കുന്ന കുതിരകളെ തൊടുന്നത് നിരോധിച്ചിട്ടുണ്ട്. പലയിടത്തും അത് എഴുതി വെച്ചിട്ടുമുണ്ട്. എന്നാൽ മിക്കവരും ഇതൊന്നും പാലിക്കാറില്ല. ഇങ്ങനെ അടുത്തു ചെല്ലുന്ന ആളുകളെ ഈ കുതിരകൾ തൊഴിക്കുവാനും കടിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ വീഡിയോകൾ ഒരുപാട് കാണാറുണ്ട്. അതുപോലെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത്. ജൂലൈ 21 ഞായറാഴ്ചയായിരുന്നു സംഭവം. കുതിരയുടെ അടുത്തു നിന്നും ചിത്രം പകർത്തുകയായിരുന്നു സ്ത്രീ. എന്നാൽ കുതിര പെട്ടെന്ന് യുവതിയെ കടിക്കുകയായിരുന്നു. പിന്നാലെ ഇവർ തലകറങ്ങി താഴേക്ക് ഇരിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. UK-യിലെ കെയർ സ്റ്റാർമർ സർക്കാരിന് കീഴിൽ പുതുതായി അധികാരമേറ്റ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധി സംഘം സ്വീകരിച്ചു. അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായി UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇന്ത്യയിലെത്തിയതായും അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെത്തിയ ഡേവിഡ് ലാമി വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ചർച്ച നടത്തും. UK-യുടെ വികസനത്തിൽ ബ്രിട്ടനിലെ ഇന്ത്യക്കാർ നൽകുന്ന സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും. വിദേശകാര്യ സെക്രട്ടറിയായി കഴിഞ്ഞ ജൂലൈ 6 ചുമതലയേറ്റ ഡേവിഡ് ലാമിയെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. സംഭാഷണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു. പാസ്പോർട്ടിൽ ചായക്കറ. UK ദമ്പതികളെ വിമാനയാത്രയിൽ നിന്നും വിലക്കി. തങ്ങളുടെ പാസ്പോർട്ടുകളിലൊന്നിൽ ചായക്കറ വീണതിനാൽ വിമാനയാത്രയിൽ തടഞ്ഞ് റയാൻ യാത്രാ ജീവനക്കാർ തങ്ങളെ വിമാനത്താവളത്തിൽ നിന്നും പുറത്താക്കിയതായി UK ദമ്പതികൾ ആരോപിച്ചു. ന്യൂയോർക്ക് പോസ്റ്റ് അനുസരിച്ച് റോറി അലനും നീന വിൽക്കിൻസും സ്പെയിനിലെ കോസ്റ്റ ബ്രാവയിൽ ഒരാഴ്ചത്തേക്ക് പോവുകയായിരുന്നു. പാസ്പോർട്ടിന്റെ ഡീകളറൈസേഷൻ കാരണം ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് തങ്ങളെ തിരിച്ചയച്ചതായി അവർ പറയുന്നു. ഇത് പാസ്പോർട്ടിലെ കറ മാത്രമാണ്. ജൂലൈ 7 നടന്ന ലജ്ജാകരമായ സംഭവത്തെക്കുറിച്ച് അലൻ പറഞ്ഞു. ഈസ്റ്റ് മിഡ്ലാൻഡ്സ് എയർപോർട്ടിലെത്തിയ ശേഷം ദമ്പതികൾ റയാനർ ചെക്ക് ഇൻഡെക്സിൽ തങ്ങളുടെ പാസ്പോർട്ട് കാണിക്കുകയും പ്രശ്നങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തതിനാൽ നേരെ സുരക്ഷയിലേക്ക് നീങ്ങിയതായി ദമ്പതികൾ വെളിപ്പെടുത്തി. അവർ ബോർഡിംഗ് ഗേറ്റുകളിൽ പോയപ്പോഴാണ് പ്രശ്നമുണ്ടായതെന്ന് പോസ്റ്റിൽ പറയുന്നു. ഒരു റയാൻ എയർ മാനേജർ മിസ് വിൽക്കിൻസിന്റെ യാത്രാരേഖ പരിശോധിച്ചതായും ചായയുടെ കറ കാരണം അവരെ വിമാനത്തിൽ കയറ്റില്ലെന്ന് പ്രഖ്യാപിച്ചതായും അലൻ അവകാശപ്പെട്ടു. ഇനി നാട്ടിലെ വാർത്തകൾ. അർജുന്റെ ലോറി ശിരൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടുവെന്ന് പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാവുമെന്നും ദൃക്സാക്ഷി. ശിരൂർ കുന്നിന് എതിർവശത്തെ ഉൾവര ഗ്രാമത്തിൽ നിന്ന് ഗംഗാവാലി പുഴയിലേക്ക് ഒഴുകി വരുന്ന വിറക് ശേഖരിക്കുവാൻ വന്ന നാഗേഷ് ഖൗഡയാണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതേസമയം കുന്നിന്റെ മുകളിലുണ്ടായിരുന്ന ഹൈടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ ലൈൻ പുഴയിൽ വീണ ഉടൻ തന്നെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്നു കരയിലേക്ക് ഇടിച്ചു കയറി വീടുകൾ തകർത്തു. പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്ത നിലയിൽ കണ്ടെത്തി. കരയിലെ തെങ്ങുകളും നശിച്ചു. തീരത്തുണ്ടായിരുന്ന 4 കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി. ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിന്റെ ഭാഗത്തായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ലെന്നും നാഗേഷ് പറഞ്ഞു. ഡൽഹി കലാപത്തിനിടെ പോലീസ് മർദ്ദനമേറ്റ് യുവാവ് കൊല്ലപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 2020 ഫെബ്രുവരിയിൽ കലാപത്തിനിടെ ഫൈസാൻ എന്ന യുവാവിനെ പോലീസ് ലാത്തി കൊണ്ടടിക്കുന്നതിന്റെയും ബലം പ്രയോഗിച്ച് ദേശീയഗാനം പാടിപ്പിക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഫൈസാന്റെ മാതാവ് കിസ്മത്തുൽ നൽകിയ ഹർജിയിലാണ് അന്വേഷണം CBIക്ക് കൈമാറുവാൻ ജസ്റ്റിസ് അനൂപ് ജയറാം ഉത്തരവിട്ടത്. സംഭവം വിദ്വേഷ കുറ്റകൃത്യത്തിൽ പെടുന്നതാണെന്നും ഡൽഹി പോലീസ് കുറ്റക്കാരനായ ഉദ്യോഗസ്ഥരെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. നിയമം സംരക്ഷിക്കുകയും നടപ്പാക്കുകയും
മനസ്സിലാക്കുകയും ചെയ്യേണ്ടവർ തന്നെ മതഭ്രാന്തന്മാരുടെ മനസ്ഥിതി വെച്ച് പെരുമാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിശ്വാസ്യത ഉറപ്പുവരുത്തുവാൻ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് കോടതി പറഞ്ഞു. തിരുവനന്തപുരം ടെക്നോസിറ്റിയിൽ കാട്ടുപോത്ത് ഇറക്കുന്നതിന് പിന്നാലെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മംഗലാപുരത്ത് ടെക്നോസിറ്റിക്കായി ഏറ്റെടുത്ത സ്ഥലത്താണ് കാട്ടുപോത്തിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ നാട്ടുകാരാണ് കാട്ടുപോത്തിനെ ആദ്യം കണ്ടത്. പശുവാണെന്ന് കരുതിയെങ്കിലും അടുത്തു ചെന്ന് കണ്ടപ്പോഴാണ് അത് കാട്ടുപോത്താണെന്ന് മനസ്സിലായത്. പിന്നാലെ ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ടെക്നോ പാർക്കിന്റെ 4ാം ഘട്ടത്തിനായി ഏറ്റെടുത്ത മംഗലാപുരത്തെ 400 ഏക്കർ പ്രദേശത്താണ് കാട്ടുപോത്തുള്ളത്. ഇവിടെ സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനവും ചുരുക്കം ചില കമ്പനികളുടെ ഓഫീസുകളുമുണ്ട്. ഭൂരിഭാഗം പ്രദേശവും കാടുകയറി നിലയിലാണ്. ഇവിടെ കാട്ടുപന്നിയെയും ചെന്നായ്ക്കളെയും സ്ഥിരമായി കാണാറുണ്ട്. എന്നാൽ കാട്ടുപോത്തിന്റെ സാമീപ്യം ആദ്യമായാണ് കണ്ടെത്തുന്നത്. വനം വകുപ്പ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇനി കായിക വാർത്തകൾ. ബേസ്ബോൾ ഇത്തവണ ഒളിമ്പിക്സിനില്ല. ഫുട്ബോൾ അപ്രതീക്ഷിത അരങ്ങേറ്റത്തിന് ഡൊമിനിക്ക. ഒളിമ്പിക്സ് ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിക്കുവാൻ കരീബിയൻ ദ്വീപുരാജ്യമായ ഡൊമിനിക്ക. രാജ്യത്തെ പ്രധാന കായിക വിനോദമായ ബേസ്ബോൾ ഇത്തവണ ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനിടെയാണ് ഫുട്ബോൾ ടീമിന് അപ്രതീക്ഷിതമായി ഒളിമ്പിക്സിന് യോഗ്യത ലഭിച്ചത്. വിവിധ യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഡൊമിനിക്കൻ ടീം എത്തുന്നത്. ഇതിൽ പലരും ആദ്യമായാണ് ഡൊമിനിക്കയ്ക്കായി രാജ്യാന്തര മത്സരം കളിക്കുവാൻ ഇറങ്ങുന്നത്. ഇരട്ട പൗരത്വമുള്ള താരങ്ങളും നിലവിലുണ്ട്. ഒളിമ്പിക്സിലെ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പുരുഷ ഫുട്ബോൾ ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന മൊറോക്കോയെ നേരിടും. ഗ്രൂപ്പ് സിയിൽ ആദ്യ മത്സരത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിന് ഉസ്ബെക്കിസ്ഥാനാണ് എതിരാളി. പുരുഷ റഗ്ബി പൂൾ റൗണ്ട് മത്സരങ്ങളും ഇന്ന് ആരംഭിക്കും. 26-ാം തീയതിയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 108.12 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio